ഗുഡ് മോർണിംഗ്. വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് പഠിക്കട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഇതേപോലെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ്? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ബുക്ക്? എൻ്റെ ഇഷ്ടപ്പെട്ട വാഹനം ഏതാണ്? ഇതിന് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് വെഹിക്കിൾ എന്നൊക്കെ ചോദിക്കാം. ഓക്കെ. നെക്സ്റ്റ്, വിൽ യു ഗിവ് മീ ഹെർ അഡ്രസ്? വിൽ യു ഗിവ് മീ ഹെർ അഡ്രസ്? അവളുടെ അഡ്രസ്സ് ഒന്ന് എനിക്ക് തരുമോ എന്നുള്ളൊരു ചോദ്യമാണ് അല്ലേ. വിൽ യു ഗിവ് മീ ഹെർ അഡ്രസ്? അതുപോലെ മറ്റു ചോദ്യങ്ങൾക്ക് ഒത്തി ചോദിക്കാം. വിൽ യു ഗിവ് മീ യുവർ ബുക്ക്? വിൽ യു ഗിവ് മീ യുവർ ബേക്ക്? എൻ്റെ ബേക്ക് ഒന്ന് എനിക്ക് തരുമോ എന്നുള്ളതിനൊക്കെ നമുക്ക് ഈ വില്ല് ഉപയോഗിച്ച് ചോദിക്കാം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ്, ഞാൻ അവനെ ആൾക്കൂട്ടത്തിനിടയിൽ കണ്ടു. ഞാൻ അവനെ ആൾക്കൂട്ടത്തിനിടയിൽ കണ്ടു. എങ്ങനെ ചോദിക്കാം? ഐ സോ ഹിം എമംഗ് ദി പീപ്പിൾ. ഐ സോ ഹിം എമംഗ് ദി പീപ്പിൾ. വിദ്യാർത്ഥികൾക്കിടയിൽ ഞാൻ അവനെ കണ്ടു എന്നുള്ളതിന് ഐ സോ ഹിം എമംഗ് ദി സ്റ്റുഡൻസ്. ഐ സോ ഹിം എമംഗ് ദി സ്റ്റുഡൻസ്. ഇങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ. സ്മോക്കിംഗ് ഈസ് നോട്ട് അലൗഡ് ഇൻ ദി ഹോട്ടൽ. സ്മോക്കിംഗ് ഈസ് നോട്ട് അലൗഡ് ഇൻ ദി ഹോട്ടൽ. പുകവലി ഈ ഹോട്ടലിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള അർത്ഥം. ഇത് മദ്യപാനാണെങ്കിൽ അപ്പോൾ എന്താ പറയും? ഡ്രിങ്കിങ് ഈസ് നോട്ട് അലൗഡ് ഇൻ ദി ഹോട്ടൽ. ഡ്രിങ്കിങ് ഈസ് നോട്ട് അലൗഡ് ഇൻ ദി ഹോട്ടൽ. മദ്യപാനം ഹോട്ടലിൽ അനുവദിക്കപ്പെട്ടില്ല. അതുപോലെ ഇപ്പോൾ നമുക്ക് ഇവിടെ പാർക്കിംഗ് ഒന്നും ഇവിടെ പറ്റില്ല, അനുവദിക്കില്ല എന്നുള്ളതിന് എങ്ങനെ പറയാം? പാർക്കിംഗ് ഈസ് നോട്ട് അലൗഡ് ഹിയർ എന്ന് പറയാം കേട്ടോ. പാർക്കിംഗ് ഈസ് നോട്ട് അലൗഡ് ഹിയർ. അപ്പോൾ അവിടെ ഹിയർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ മതി. ഓക്കെ. നെക്സ്റ്റ്, ഐ ഹാവിൻറ്റ് ഗോട്ട് എനിത്തിങ് ടു ഈറ്റ്. ഐ ഹാവിൻറ്റ് ഗോട്ട് എനിത്തിങ് ടു ഈറ്റ്. എനിക്ക് കഴിക്കാൻ ഒന്നും കിട്ടിയില്ല എന്നുള്ള അർത്ഥത്തിൽ എന്താ പറയുക? ഐ ഹാവിൻറ്റ് ഗോട്ട് എനിത്തിങ് ടു ഈറ്റ്. ഹാവ് യു എവർ ബീൻ ടു അമേരിക്ക? ഹാവ് യു എവർ ബീൻ ടു അമേരിക്ക? നീ എപ്പോഴെങ്കിലും അമേരിക്കയിൽ പോയിട്ടുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കട്ടെ. ഹാവ് യു എവർ ബീൻ ടു അമേരിക്ക. നീ ഇത് ദുബായിൽക്കാണെങ്കിലോ, നീ ദുബായിൽ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളതിന് ഹാവ് യു എവർ ബീൻ ടു ദുബായ്? ഓക്കെ. ഓർ ഹാവ് യു എവർ ബീൻ ടു കൽക്കട്ട? ഇങ്ങനെ ഏത് രാജ്യമാണോ അപ്പോൾ അവിടെ ഹാവ് യു എവർ ബീൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ്, ഐദർ യു ഡു ഇറ്റ് ഓർ ഐ വിൽ ഡു ഇറ്റ്. ഐദർ യു ഡു ഇറ്റ് ഓർ ഐ വിൽ. ഒന്നുകിൽ നീ ഇത് ചെയ്യുക അല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നുള്ള അർത്ഥം. ഐദർ യു ഡു ഇറ്റ് ഓർ ഐ വിൽ. നെക്സ്റ്റ്, അവനൊരു ആൺകുട്ടിയാണോ? അവനൊരു ആൺകുട്ടിയാണോ അതോ പെൺകുട്ടിയാണോ? പിന്നെ ചില വേഷം കണ്ടാൽ നമുക്ക് തിരിച്ചറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കൂലേ, അതൊരു ആൺകുട്ടിയാണോ അല്ലെങ്കിൽ അതൊരു ആൺകുട്ടിയാണോ അല്ലെങ്കിൽ പെൺകുട്ടിയാണോ? ഈസ് ദാറ്റ് എ ബോയ് ഓർ എ ഗേൾ? ഈസ് ദാറ്റ് എ ബോയ് ഓർ എ ഗേൾ എന്ന് പറയാം. ഈസ് ദാറ്റ് എ ബോയ് ഓർ എ ഗേൾ എന്ന് കേട്ടോ. ഞാൻ ഏത് സമയത്തും നിൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ ഏത് സമയത്തും നിൻ്റെ കൂടെ ഉണ്ടാവും. ഇങ്ങനെ പറയാം, ഐ വിൽ ബി വിത്ത് യു. ഐ വിൽ ബി വിത്ത് യു അറ്റ് എനി ടൈം. ഐ വിൽ ബി വിത്ത് യു അറ്റ് എനി ടൈം എന്നുള്ളത്. ഓക്കെ. നെക്സ്റ്റ്, ഹൗ ഡെയർ യു ടു സ്പീക്ക് ടു മീ? ഹൗ ഡെയർ യു ടു സ്പീക്ക് ടു മീ? എന്നോട് സംസാരിക്കാൻ മാത്രം നീ വളർന്നോ അല്ലെങ്കിൽ നീ എന്നോട് സംസാരിക്കാൻ മാത്രം നിനക്ക് ധൈര്യമുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ചോദിക്കുക. ഹൗ ഡെയർ യു ടു സ്പീക്ക് ടു മീ. നെക്സ്റ്റ്, ഹൗ ഫാർ ഈസ് ടു റെയിൽവേ സ്റ്റേഷൻ? ഹൗ ഫാർ ഈസ് ടു റെയിൽവേ സ്റ്റേഷൻ? റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര ദൂരമുണ്ട്? ഇത് എയർപോർട്ടിലേക്കാണെങ്കിൽ എയർപോർട്ടിലേക്ക് എത്ര ദൂരമുണ്ട് എന്നൊക്കെ എങ്ങനെ ചോദിക്കുക? ഹൗ ഫാർ ഈസ് ടു എയർപോർട്ട് എന്ന് പറയും. ഹൗ ഫാർ ഈസ് ടു എയർപോർട്ട്. അപ്പോൾ ഹൗ ഫാർ എന്ന് പറഞ്ഞാൽ എത്ര ദൂരം എന്നുള്ളതിനാണ് നമ്മൾ ഉപയോഗിക്കുക. മനസ്സിലായല്ലോ? നെക്സ്റ്റ്, കുഡ് യു ലെൻഡ് മീ 500 rupees? കുഡ് യു ലെൻഡ് മീ 500 rupees? നിങ്ങൾ എനിക്കൊരു 500 രൂപ കടം തരുമോ? അപ്പോൾ കടം തരുമോ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വിനയത്തിലാണ് ചോദിക്കുക. അപ്പോൾ അവിടെ നമുക്ക് കുഡ് ഉപയോഗിക്കാം. കുഡ് യു ലെൻഡ് മീ 500 rupees? ഓക്കെ. നെക്സ്റ്റ്, ഹീസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഹീസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരാളാണ് അവൻ. എൻ്റെ അടുത്ത കൂട്ടുകാരിൽ ഒരാളാണ് അവൻ എന്നുള്ളതിന് ഹീസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം. ഓക്കെ. ദിസ് ഇസ് ദ ലാസ്റ്റ് ബസ് ടു എറണാകുളം. ദിസ് ഇസ് ദ ലാസ്റ്റ് ബസ് ടു എറണാകുളം. എറണാകുളത്തേക്കുള്ള ലാസ്റ്റ് ബസ്സാണ് ഇത് എന്നുള്ളതിന് ദിസ് ഇസ് ദ ലാസ്റ്റ് ബസ് ടു എറണാകുളം എന്ന് പറയാം കേട്ടോ.
നെക്സ്റ്റ്, അവൻ നാളെ ചെന്നൈയിലേക്ക് പോകും. അവൻ നാളെ ചെന്നൈയിലേക്ക് പോകും. ഇങ്ങനെ പറയാം, ഹി വിൽ ഗോ ടു ചെന്നൈ ടുമോറോ എന്ന് പറയാം. ഹി വിൽ ഗോ ടു ചെന്നൈ ടുമോറോ. അവൻ നാളെ ഗൾഫിലേക്ക് പോകുന്നതാണെങ്കിൽ അപ്പം ഇങ്ങനെ പറയാം, ഹി വിൽ ഗോ ടു ഗൾഫ് ടുമോറോ. ഹി വിൽ ഗോ ടു ഗൾഫ് ടുമോറോ. എവിടേക്ക് പോവുകയാണെങ്കിലും അങ്ങനെ, അപ്പോൾ നാളെ ഭാവിയിൽ പോകുന്നുള്ളതിനൊക്കെ അങ്ങനെ പറയാം കേട്ടോ. ഹി വിൽ ഗോ ടു കാലിക്കറ്റ് ടുമോറോ അർത്ഥത്തിൽ. ഓക്കെ. നെക്സ്റ്റ്, അവൾ അവളുടെ മുത്തശ്ശിയോടൊപ്പമാണ് കഴിയുന്നത്. അവൾ അവളുടെ മുത്തശ്ശിയോടൊപ്പമാണ് ജീവിക്കുന്നത്. എങ്ങനെ പറയാം, ഷീ ലിവ്സ് വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. ഷീ ലിവ്സ് വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. അത് മുത്തച്ഛനോടൊപ്പം ആണെങ്കിൽ ഇപ്പം എങ്ങനെ പറയും, ഷീ ലിവ്സ് വിത്ത് ഹെർ ഗ്രാൻഡ് ഫാദർ എന്ന് പറയാം. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ഐ ലെഫ്റ്റ്. വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ഐ ലെഫ്റ്റ് ഫ്രം ഹിയർ. ഞാൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം എന്ത് സംഭവിച്ചു. വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ഐ ലെഫ്റ്റ്. ഞാൻ പോയതിന് ശേഷം എന്ത് സംഭവിച്ചു. അത് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതാണെങ്കിൽ അപ്പോൾ ഒന്നും കൂടി കൊട്ടി പറയാം, വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ഐ ലെഫ്റ്റ് ഫ്രം ഹിയർ. ഞാൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതിന് അങ്ങനെ പറയും. ലീവിൻ്റെ പാസ്റ്റ് ആണ് ലെഫ്റ്റ്. വിട്ടുപോവുക, വിടുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കട്ടാവും. നെക്സ്റ്റ്, ക്യാൻ യു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ക്യാൻ യു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ കഴിയുമോ എന്നുള്ള അർത്ഥം. ക്വസ്റ്റ്യൻ ആണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്മൾ പറയാറുണ്ട്, കുഴപ്പമില്ല.